ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നൂലപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് 4 സവാള കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ സവാളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. സവാളയെല്ലാം നന്നായി കളർ മാറിയതിന് ശേഷം ചിക്കൻ ഇട്ട് കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ സവാള എല്ലാം കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 15ഓളം വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇതിന് റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം റോസ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചതാണ്. തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും. പിന്നെ കറിക്ക് നല്ലൊരു തിക്നെസ് ലഭിക്കും. തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. അപ്പോൾ പൊടികളുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്കുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളം എല്ലാം അതിലേക്കൊന്ന് ഇറങ്ങി വരുന്നോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ്, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് ഗ്രേവി എല്ലാം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണയുടെ ഫ്ലേവർ എല്ലാം കറിയിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.